ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നമ്മുടെ പാവശാസ്ത്രം എന്ന് പറയുന്ന ടാസ്ക് തകൃതിയായിട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ മൂക്കിടിച്ചു, മൂക്കിക്കൂടെ രക്തം വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര അധികം തന്നെ ദേഷ്യവും വാശി ഉണ്ടാക്കുന്ന ലക്ഷ്മിനെയും അനുമോളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അക്ബറാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഒരു കൺസിഡറേഷനും തന്നിട്ടില്ല, ഒരു സ്ത്രീ ആണെന്നുള്ളൊരു പരിഗണന പോലും കൊടുത്തിട്ടില്ല. ഉപദ്രവിച്ചാൽ അക്ബറെ നീ എവിടെ എത്തത്തില്ല, നീ ചിലപ്പോൾ ഫിനാലയിലൊക്കെ എടുത്ത് നീ കപ്പടിച്ച് വിജയിക്കുമായിരിക്കും, പക്ഷേങ്കിൽ നീ ജീവിതത്തിൽ എവിടെ എത്തത്തില്ലടാ എന്ന് പറഞ്ഞ് പ്രാകുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ്. അത് ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ദേഹം നോക്കി കളിക്കുക എന്നുള്ളത് അവർ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അനുമോളൊക്കെ ഏറ്റവും ഫ്രണ്ടിലാണ് കയറി നിൽക്കുന്നത്. ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന സമയത്ത് ബാക്കി നിൽക്കുന്ന ആൾക്കാർ എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ള ടൈറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്തെങ്കിലും ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു വ്യക്തി നിൽക്കുന്ന സമയത്ത് അവരെ ഹേർട്ട് ചെയ്യാതെ ഗെയിം കളിക്കുക എന്നുള്ളതും ഒരു മര്യാദയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ മര്യാദയ്ക്ക് കളിക്കുന്ന ആൾക്കാരും ഉണ്ട്, മര്യാദ ഇല്ലാത്ത കളിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇനിയിപ്പം മര്യാദ ഇല്ലാത്ത രീതിയിൽ തന്നെയുള്ള എല്ലാവരും കളിക്കത്തുള്ളൂ. കാരണം ഓരോ കണ്ടസ്റ്റൻസിനും സ്കോർ കൂടുന്ന സമയത്ത് മര്യാദയ്ക്ക് കളിക്കുന്ന ആൾക്കാർക്ക് സ്കോർ കിട്ടത്തില്ല. അപ്പോൾ മര്യാദകേടായിട്ട് കളിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് മനസ്സിലാക്കും. എന്തായാലും അനുവിൻ്റെ മൂക്കിക്കൂടെ ചോര പൊടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടാസ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാവകളെ എടുത്തിട്ടുള്ളത് അനീഷാണെന്ന് തോന്നുന്നു. അനീഷിന് ഒത്തിരി അധികം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അനുമോൾക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും പിന്നെ ഫ്രണ്ടിൽ തന്നെയാണ് പോയി നിൽക്കുന്നത്. അതായത് ആര്യൻ വന്ന് അനുമോൾ ഇപ്പം അക്ബറായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ആര്യൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. എന്തിനാണ് നീ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത്, ഞാനാണ് അവിടെ നിന്നതെന്ന് പറഞ്ഞ് പിന്നെയും ഈ ഒരു ഉടക്കിന് ശേഷം പിന്നെയും വന്ന് അനുമോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സോ അടി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ടാസ്കിൽ ഉറപ്പാണ്. അത് കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ മാറി നിൽക്കണം എന്ന് തന്നെ ഉള്ളൂ പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അക്ബർ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആംഗിളിൽ മാത്രമായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. എപ്പിസോഡിൽ എന്തായാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്.